विठ्ठल बोलो नारायण जय जय विठ्ठल लक्ष्मीनारायण रंग रंग विठ्ठल लक्ष्मीनारायण रंग रंग विठ्ठल गोविंद विठ्ठल गोपाल विठ्ठल गोविंद विठ्ठल गोपाल विठ्ठल श्रीरंग विठ्ठल पांडुरंग विठ्ठल श्रीरंग विठ्ठल पांडुरंग विठ्ठल बोलो नारायण जय जय विठ्ठल बोलो नारायण जय जय विठ्ठल सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद। जय बोल सद्गुरु महाराज की जय। सोलन प्रशिष्ट भगवान वचांसि मे। ഭഗവാനുക്ക് പ്രധാനപ്പെട്ട മഹാറാണികൾ രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിദ്യ, സത്യ, ഭദ്ര, ലക്ഷ്മണ അഷ്ടമഹിഷികൾ എന്ന് പറയും. ഭഗവാനുക്ക് അഷ്ടലക്ഷ്മികളുണ്ടല്ലോ. ആ അഷ്ടലക്ഷ്മികളാണ് കൃഷ്ണാവതാരത്തിൽ അഷ്ടമഹിഷികളായി ഇവിടെ വന്നു. ചില മഹാത്മാക്കൾ പറയുന്നു വൃന്ദാവനത്തിൽ രാധയോടൊപ്പം അഷ്ടസഖികൾ ഉണ്ടായിരുന്നു. ലളിത, വിശാഖ, ചന്ദ്ര, തുംഗവിദ്യ. അവരാണ് കൃഷ്ണ വൃന്ദാവനത്തിൽ നിന്നും ഭഗവാൻ പുറപ്പെട്ടപ്പോൾ ഇങ്ങനെ വേറെ രൂപം സ്വീകരിച്ച് ഇവിടെ സഹായം ഭഗവാനക്ക് കൈങ്കര്യം ചെയ്യാൻ വന്നു. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ ശക്തികളെയാണ് നമ്മൾ പത്നികളായിട്ട് സങ്കല്പിക്കുന്നത്. മഹാഗണപതി സാധാരണ വിവാഹം കഴിച്ചിട്ടില്ല ബ്രഹ്മചാരി പറയും. നമ്മുടെ നാട്ടിലൊക്കെ ചില തരത്തിൽ ഉത്തരഭാരതത്തിലെ വിവാഹം ഉത്തരഭാരതത്തിലൊക്കെ സിദ്ധി ബുദ്ധി രണ്ടുപേരെ വിവാഹം കഴിച്ചതായി വർണ്ണിക്കുന്നു. സിദ്ധി ബുദ്ധി പറഞ്ഞാൽ അർത്ഥം മഹാഗണപതി പറഞ്ഞാൽ ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യത്തിൽ ഇരിക്കുന്നവർക്ക് സിദ്ധികൾ ഉണ്ടാവും. അഷ്ടസിദ്ധികൾ അണിമ, മഹിമ, ലഹിമ, ഗരിമ ഇതൊക്കെ സിദ്ധികളാണ്. ഒരു ആണ് ഒരു എലിൻ്റെ മുകളിൽ കയറിയിരുന്നാൽ എന്താവും? എലി ചതഞ്ഞു പോരില്ലേ? മഹാഗണപതി ഈ എലിൻ്റെ മുകളിൽ നിന്ന് പരിച്ചാരുടെ മുകളിൽ കയറിയിരുന്നിട്ടും ഈ എലി ഓടുന്നു പറഞ്ഞാൽ അർത്ഥം അതാണ് ലഘിമ എന്നവരുടെ സിദ്ധിയാണ്. ആ എലിക്ക് വെയിറ്റില്ലാതെ ലഘിമ എന്ന സിദ്ധി വെച്ചിട്ടാണ് ഭഗവാൻ അവിടെ നിൽക്കുന്നത്. അതേപോലെ സിദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. അതുകൊണ്ട് തന്നെ സിദ്ധിക്കപ്പുറം പിന്നെ ബുദ്ധി. സിദ്ധി ബുദ്ധി മഹാഗണപതി. ബ്രഹ്മചര്യത്തിൽ ഇരിക്കുന്നവർക്ക് സിദ്ധികളും നല്ല ബുദ്ധിയും ഉണ്ടാവും. ഇങ്ങനെ ഓരോ ദേവന്മാരുടെ ശക്തികളെയാണ് നമ്മൾ പത്നിയായിട്ട് സങ്കല്പിക്കുന്നു. കൃഷ്ണാവതാരത്തിൽ 16,108 പത്നികൾ പറഞ്ഞാൽ അർത്ഥം ഭഗവാന്റെ അനന്ത ശക്തികൾ ഓരോ രൂപം സ്വീകരിച്ച് വന്നു എന്നാണ് അതിൻ്റെ താത്പര്യം. ഭഗവാൻ ഇപ്പോൾ 3 വിവാഹം കഴിഞ്ഞു. ബാക്കിയുള്ള വിവാഹ കഥകളാണ് ഇവിടെ വർണ്ണിക്കുന്നത് 58-ാമത്തെ അധ്യായത്തിൽ. എപ്പോഴും കൃഷ്ണാർജുനന്മാർ ചേർന്നേ ഇരിക്കുള്ളൂ. കൃഷ്ണൻ ചിലപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിനെ ചെല്ലും, ഇല്ലെങ്കിൽ അർജുനൻ ദ്വാരകയ്ക്ക് ചെല്ലും. അങ്ങനെ ചേർന്നേ ഇരിക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ തൻ്റെ അച്ഛന്മാരായ കുന്തിയെ കാണാൻ ചെന്നപ്പോൾ കുന്തിദേവി നമസ്കരിച്ച് പറഞ്ഞു, തദൈവ കുശലം മോഘോത്സനാഥാസ്തേ കൃതാവയം ജ്ഞാതീന്ന സ്മരതാ കൃഷ്ണ ഭ്രാതാമേ പ്രേഷിതസ്ത്വയാ. എൻ്റെ സഹോദരനായ അക്രൂരനെ പറഞ്ഞു വിട്ട് നീ പറഞ്ഞു വിട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സമാധാനം. ഞങ്ങളെയും രക്ഷിക്കാൻ ഒരാളുണ്ടല്ലോ എന്നൊക്കെ കുന്തിദേവി ഭഗവാന്റെ കാരുണ്യം ഓർത്ത് ഇവിടെ കഴിയുന്ന രംഗം നമുക്ക് കാണാം. പിന്നെ അർജുനനും കൃഷ്ണനും ഇങ്ങനെ നായാട്ടത്തിന് പോയപ്പോഴാണ് വെള്ളം ദാഹിക്കുന്നുണ്ട്, വെള്ളം കൊണ്ടുപോകും പറഞ്ഞ് അർജുനനെ പറഞ്ഞു വിട്ടു ഭഗവാൻ. അർജുനൻ അവിടെ കാളിന്തി പുഴയിൽ വെള്ളം എടുക്കാൻ പോകുമ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടി സൂര്യനെക്കുറിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോദിച്ചു അർജുനൻ, പെൺകുട്ടിനെ ആരാണ്, എന്തിനാ തപസ് ചെയ്യുന്നു? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അഹം ദേവസ്യ സവിതുഃ ദുഹിതാപതിമിച്ഛതി വിഷ്ണും വരേണ്യം വരദം തപഃ പരമമസ്ഥിത. ഞാൻ സൂര്യഭഗവാന്റെ പുത്രിയാണ്. മഹാവിഷ്ണു വിവാഹം കഴിക്കാൻ വേണ്ടി സൂര്യനാരായണൻ
സൂര്യമണ്ഡല മധ്യവർത്തിയായി നാരായണനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അർജുനൻ പറഞ്ഞത്, ആ നാരായണൻ എൻ്റെ സുഹൃത്താണ്, ഇവിടെ തന്നെ വന്നിട്ടുണ്ട് പറഞ്ഞത് കണ്ണൻ്റെ അടുത്ത് ആ പെൺകുട്ടിയെ സമർപ്പിച്ചു. ആ പെൺകുട്ടി പറഞ്ഞിട്ട് തമൃത്തെ ശ്രണികേതനം. കാരണം അർജുനൻ മിക്കവാറും പെൺകുട്ടികളെ കണ്ടാൽ ചോദിക്കും വിവാഹം കഴിയുമോ ചോദിക്കും, ഇല്ല പറഞ്ഞാൽ എന്നെ കഴിക്കുമോ ചോദിക്കും, ശരി പറഞ്ഞാൽ കല്യാണം കഴിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട്, ആറ്റ് മണൽ എണ്ണിനാളും എണ്ണണം, അർജുനൻ കൊണ്ടാട്ടിയ എണ്ണ മുടിയാതെ. അങ്ങനെ കണ്ടവർക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന ആളാണ്. അങ്ങനെ ഈ പെൺകുട്ടിയോട് ചോദിച്ചപ്പോഴാണ് പെൺകുട്ടി പറഞ്ഞു കണ്ണട മാത്രമേ കല്യാണം കഴിക്കുള്ളൂ പറഞ്ഞപ്പോൾ കണ്ണൻ്റെ അടുത്ത് കൊണ്ടാക്കി ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. കാളിന്തി എന്നാണ് പേര്. പിന്നെ കോസല ദേശത്ത് രാജാവ് 7 കാളകളെ വച്ചിരിക്കുന്നു. ഈ 7 കാളകളെ അടക്കി നിർത്തുന്നവർക്ക് മാത്രമേ എൻ്റെ പെൺകുട്ടിയെ തരുള്ളൂ. കാരണം ആ രാജാവിന് താത്പര്യം കണ്ണനൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. കുതിരകളെ അടക്കണം പറഞ്ഞാൽ സാധാരണ രാജാക്കന്മാർ പറയും, കാളകളെ അടക്കാൻ കൃഷ്ണനുക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഏർപ്പാട് ചെയ്തിരുന്നു. പണ്ടേ ഈ കാളകളെ അടക്കിയ ആളാണ്. ഗോകുലത്തിൽ നീലാദേവി എന്ന് പേരുള്ള ആ ദേവിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഈ 7 കാളകളെ അടക്കിയ ആൾ തന്നെയാണ് ഭഗവാൻ. അതേ 7 കാളകൾ ഞാൻ ഇവിടെ വാടകയ്ക്ക് വാങ്ങി വച്ചിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ആ കാളകളെ ഒരേ പേരിൽ ഒരുമിച്ച് ചേർത്ത് 7 രൂപം സ്വീകരിച്ചു പറഞ്ഞു. ആത്മാനം സപ്തധാ കൃത്വാ ന്യഗൃഹാം ലീലൈവതാം. ആത്മാനം സപ്തധാ കൃത്വാ 7 രൂപം സ്വീകരിച്ചു പറയുന്നു. ഇന്ന് ഒറ്റ രൂപത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ആത്മാനം സപ്തധ അകൃത്വ അങ്ങനെയും നമുക്ക് പറയാം. എന്തുകൊണ്ട് 7 രൂപം സ്വീകരിച്ചു ചോദിച്ചാൽ ഇതിനു മുമ്പ് തന്നെ ഒരു കല്യാണം കൂടി കഴിഞ്ഞിട്ടുണ്ട്. വിന്ദാണുവിന്ദോ ആവന്ധ്യോ ദുര്യോധന വശാണവോ. വിന്ദൻ അണുവിന്ദന് 2 ഭഗവാന്റെ ഒരു അച്ഛൻ പെങ്ങളാണ്. ദുര്യോധന വശാണകോ രാജാധിദേവി എന്നാണ് ആ അച്ഛൻ പെങ്ങളുടെ പേര്. അവന്തി ദേശത്തിൻ്റെ രാജാവിനെ വിവാഹം കഴിച്ചു ആ ഭഗവാന്റെ അച്ഛൻ പെങ്ങൾ. അവർക്ക് 2 കുട്ടികളാണ്, വിന്ദൻ അണുവിന്ദൻ. 2 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടി മിത്രവിന്ദ. ഈ മിത്രവിന്ദയ്ക്ക് കൃഷ്ണനോടാണ് ഇഷ്ടം. കാരണം കൃഷ്ണൻ ഉജ്ജയിനിൽ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് അവധി കിട്ടുന്ന സമയത്തൊക്കെ അച്ഛമ്മകളുടെ വീട്ടിൽ പോകും. ആ പെൺകുട്ടിയെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ അച്ഛമ്മകളുടെ പെൺകും കണ്ണനോട് താല്പര്യം. പക്ഷേ സഹോദരന്മാർ ദുര്യോധനക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോഴാണ് സ്വയംവരം നടത്തിയപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ കയ്യിൽ മാല ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ട ആളൊന്നും മാലയിട്ടുള്ളൂ പറഞ്ഞു. അങ്ങനെ സ്വയംവരം മാലയുമായി വന്നപ്പോൾ കണ്ണനെ കണ്ടപ്പോൾ ഭഗവാനത് മാലയിട്ടു. ആ പെൺകുട്ടിയെ ഭഗവാൻ സ്വീകരിച്ചു കൊണ്ടുപോയി. ഇങ്ങനെ ഭഗവാനക്ക് ഇപ്പോൾ തന്നെ 5 കല്യാണം കഴിഞ്ഞു. എന്തൊക്കെ? രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദായി. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നത് സത്യ 6ാമത്തെ ആളാണ്. അപ്പോൾ ഈ സത്യയുടെ അമ്മയ്ക്ക് ഒരു സങ്കടം, വിവാഹം കഴിച്ചാൽ ആരോടൊപ്പമാണ് കൃഷ്ണൻ താമസിക്കും. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, പേടിക്കേണ്ട, എത്ര പെൺകുട്ടിയെ കഴിച്ചാലും അത്ര രൂപം എനിക്ക് എടുക്കാൻ പറ്റും. അത് കാണിക്കാൻ വേണ്ടിയാണ് ആത്മാനം സപ്തധാ കൃത്വ. 7 രൂപം സ്വീകരിച്ച് ആ കാളകളെ അടക്കി ഭഗവാൻ ആ സത്യ വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന സമയത്താണ് രാജാക്കന്മാർ യുദ്ധത്തിന് വരുന്നു. ആ രാജാക്കന്മാരെ എല്ലാവരെയും ഭഗവാൻ ജയിച്ചു. സഹായത്തിന് അർജുനനും ഉണ്ടായിരുന്നു. ഗാന്ധീവി കാളയാമാസ ക്ഷുത് സിംഹ ക്ഷുദ്രമൃഗാണിത്. ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ കല്യാണത്തിന് അർജുനൻ വന്ന് സഹായിക്കുന്നു. ഇതാ കാരണം അർജുനർക്ക് ഒരു ആഗ്രഹം, ഇങ്ങനെ ഭഗവാന്റെ കല്യാണത്തിന് സഹായം ചെയ്താൽ ഭഗവാന്റെ സഹോദരി സുഭദ്ര കിട്ടുള്ളൂ വിചാരിച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് അർജുനനും ഇങ്ങനെ സഹായം ചെയ്യുന്നുണ്ട്. നമ്മൾ കല്യാണ പത്രികയിൽ എഴുതും, എന്തെഴുതും? പരിയോഗങ്ങളാണ് നിശ്ചയിക്കപ്പെട്ടത്. കാരണവന്മാർ നിശ്ചയിച്ചിട്ടാണ് ഇങ്ങനെ ഈ കല്യാണം നടക്കുന്നു. നമ്മളൊക്കെ എഴുതുന്നതേ ഉള്ളൂ. നിശ്ചയമൊക്കെ കുട്ടികളാണ് തീരുമാനിക്കുന്നത്. പണ്ട് കാരണവന്മാർ അച്ഛനവന്മാർ തീരുമാനം ചെയ്താൽ മതി, കുട്ടികൾ ശരി പറയും. ഇപ്പോൾ മാറിപ്പോയി. കുട്ടികൾ പരസ്പരം നോക്കിയിട്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞാൽ പിന്നെ അവർ ഓക്കെ പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഭഗവാൻ യഥാർത്ഥമായ വിവാഹം, ഭഗവാന്റെ അച്ഛൻ പെൺകളുടെ പെൺകുട്ടിയാണ് ഭദ്ര. ആ ഭദ്രാവിനെ
ഭ്രാതൃവിൽ ദത്താം സഹോദരന്മാർക്ക് ഒന്നിച്ച് ചേർന്ന് കൊടുത്തു. അങ്ങനെ ആ ഭദ്രയെ വിവാഹം കഴിച്ചു. പിന്നെ സുതാഞ്ച മദ്രാധിപതേ ലക്ഷ്മണ ലക്ഷണയുത സ്വയംവരേ ജഗാദൈകസ്ത സുപർണ സുധാമുവ. മദ്രദേശത്തെ രാജ തൻ്റെ പെൺകുട്ടിയായ ലക്ഷ്മണയ്ക്ക് സ്വയംവരം ഏർപ്പാട് ചെയ്തിരുന്നു. സ്വയംവരം എന്നാൽ ദ്രൗപദി സ്വയംവരം പോലെയാണ്. മോളിൽ മത്സ്യം കെട്ടിയിട്ടുണ്ടാവും, താഴെ വെള്ളം നോക്കി അടിക്കണം. പക്ഷേ അർജുനൻ്റെ സ്വയംവരത്തിൽ മത്സ്യം അവിടെ തന്നെ നിൽക്കുള്ളൂ. ഈ സ്വയംവരത്തിൽ മത്സ്യം ഇങ്ങനെ കറങ്ങും. മുകളിൽ കറങ്ങുന്ന മത്സ്യം താഴെ കാണുമ്പോൾ ഇങ്ങനെ മാറ്റി കാണും. അത് കൃത്യമായി ലക്ഷ്യം അടിക്കണം. അർജുനൻ അടിച്ചിട്ടും അത് സ്പർശിച്ചിട്ടേ ഉള്ളൂ. ആ മീൻ അടിച്ച് വീഴ്ത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഭഗവാൻ ആ മത്സ്യത്തെ അടിച്ച് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ഇങ്ങനെ 8 മഹിഷികൾ പ്രധാനപ്പെട്ട റാണികളാണ്. കൂടാതെ 16,100 പേരെ ഭഗവാൻ വിവാഹം കഴിച്ചു. അവരെല്ലാവരും ഓരോ രാജാക്കന്മാരുടെ പുത്രികളാണ്. ഓരോ ദേശത്തിൻ്റെ രാജാക്കന്മാരുടെ പുത്രിമാർകളാണ്. അവരെല്ലാവരെയും നരകാസുരൻ എന്ത് ചെയ്തു? എവിടെയെങ്കിലും നല്ല പെൺകുട്ടി ജനിച്ചു, സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടാൽ ഉടൻ തന്നെ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി സ്വന്തം കൊട്ടാരത്തിൽ കൊണ്ടുവച്ചു. ഇങ്ങനെ 16,100 രാജകുമാരികളെ ജയിലിൽ വെച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ നരകാസുരനുക്ക് ഭഗവാൻ ഒരു താങ്ക്സ് പറയണം. അതാ കാരണം ഇവർക്ക് ഭഗവാന് വേണ്ടി ജനിച്ച ആൾക്കാരാണ്. ഭഗവാൻ അങ്ങോട്ട് പോകണ്ടേ? അമേരിക്ക, ഓസ്ട്രേലിയ അങ്ങനെ ഓരോ സ്ഥലത്ത് പോകാതെ എല്ലാ പെൺകുട്ടിയും ഒരേ സ്ഥലത്തിൽ കൊണ്ടാക്കി വെച്ചു. പിന്നെ അവരെ കാണാൻ 2 പേർക്ക് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഒന്ന് നാരദനും പിന്നെ ദേവല മഹർഷിയും. ഈ ദേവല മഹർഷി ആ പെൺകുട്ടികളെ എങ്ങനെ ഭഗവാനെ വിവാഹം കഴിക്കണമെങ്കിൽ അതിൻ്റെ ചിട്ട വേണ്ടേ? അവർക്ക് ഫാറിൻ പെൺകുട്ടികൾക്ക് ഇടത്തേക്ക് കൊണ്ട് കഴിക്കും, ഇങ്ങനെ അതൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അത് എങ്ങനെ ഏത് കൈ എങ്ങനെ യൂസ് ചെയ്യണം? ആ ധർമ്മ ആചാരം ശിഷ്ടാചാരം അത് പഠിപ്പിക്കാൻ ദേവലനും നാമജപത്തിന് നാരദനെയും ഏർപ്പാടാക്കി. അവർ എല്ലാവരും നാമം ജപിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാനെ കിട്ടാൻ വേണ്ടി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഇന്ദ്രൻ ഭഗവാനോട് എന്ന് പറഞ്ഞു. ഇന്ദ്രൻ്റെ അമ്മ അതിഥി ദേവി ഇന്ദ്രനോട് പറഞ്ഞു, എൻ്റെ കുണ്ടലവും അതേപോലെ ദേവലോകത്തിൽ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ നരകാസുരൻ കൊണ്ടുപോയി. ഈ ഐരാവത അതിൻ്റെ സമ്പ്രദായത്തിലുള്ള ആണകളൊക്കെ വർണ്ണൻ്റെ കുട, വർണ്ണനക്ക് സ്പെഷ്യൽ കുട ഉണ്ട്. അത് AC കുടയാണ്. ആ കുട വരച്ചാൽ മതി, നല്ല AC തണുപ്പ് കാറ്റ് കിട്ടും. അതൊക്കെ ഈ നരകാസുരൻ കൊണ്ടുപോയി. അപ്പോൾ അതിഥി അമ്മ പറഞ്ഞു ഇന്ദ്രനോട്, ആ കുണ്ടലം നരകാസുരനോട് യുദ്ധം ചെയ്ത് കൊണ്ടുവരണം. ഇന്ദ്രൻ ചോദിച്ചു, ഞാൻ വേണോ കുണ്ടലം വേണോ? കുണ്ടലം വാങ്ങാൻ ഞാൻ പോയാൽ ഞാൻ തന്നെ പോകും. അപ്പോൾ അതിഥി പറഞ്ഞു, നിൻ്റെ അനുജനുണ്ടല്ലോ ഭൂലോകത്തിൽ, ആ കണ്ണനോട് പറഞ്ഞോടെ. ഏത് ജന്മത്തിലാണ് അനുജൻ? വാമനാവതാരത്തിലാണ് അനുജനായി ജനിച്ചത്. ആ ജന്മത്തിൽ തന്നെ അനുജന്മാരും ഏട്ടന്മാരും സഹായിക്കുന്നില്ല. ഇത് 2 ജന്മത്തിന് മുമ്പത്തെ ജന്മമാണ്. അപ്പോൾ ശ്രീരാമാവതാരം പരശുരാമാവതാരത്തിന് മുമ്പിലാണ് അനുജനായി ജനിച്ചത്. അത് കണക്കാക്കിയിട്ടാണ് അതിഥി ദേവി പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ഏട്ടാ അനുജാന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഭഗവാനും ഏട്ടാ പറഞ്ഞ് നമസ്കരിച്ചു. ഏത് ഭാവത്തിലാണോ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമി. എന്തിനു ചോദിച്ചപ്പോൾ ഇങ്ങനെ അമ്മയുടെ കുണ്ടലം നരകാസുരൻ കൊണ്ടുപോയിട്ടുണ്ട്, അത് കൊണ്ടുവരണം, ഞാൻ കൊണ്ടുതരാം. ദേവസൈന്യം വേണോ? വേണ്ട, അത് പണ്ട് തോറ്റുപോയ സൈന്യമല്ലേ, അത് വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം പറഞ്ഞത്. ഉപവനം ഇവ ആരാത്തി ഭവനം, പെട്ടത്തിൽ രസമായിട്ട് പറയുന്നു. ഉപവനം ഇവ ആരാത്തി ഭവനം, സത്യഭാമിയും വിളിച്ചുകൊണ്ടാണ് ഭഗവാൻ പുറപ്പെട്ടു. ഇപ്പോൾ സാധനം ഭാര്യയുടെ പോകാൻ എവിടെയാണ്? പിക്നിക്ക് പോകുമ്പോൾ ഈ നന്ദനവനം പാർക്ക് പോകുമ്പോഴേ പത്നിയോട് പോകാറുള്ളൂ. യുദ്ധത്തിന് പോകുമ്പോഴാണ് പത്നിയെ വിളിച്ചുകൊണ്ട് പോകും. കാരണം സത്യഭാമിക്ക് യുദ്ധമൊക്കെ അറിയാം, എങ്ങനെ രഥം ഓടിക്കാനൊക്കെ അറിയുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഗരുഡൻ്റെ പുറത്ത് കയറി നരകാസുരൻ്റെ ഭവനത്തിൽ ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഗിരിദുർഗം, ശസ്ത്രദുർഗം, ജല, അഗ്നി, അണിലും വലിയ വിസ്താരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതൊക്കെ കടന്ന് ചെല്ലുന്ന സമയത്താണ്
മുറന്നൊരു അസുരൻ യുദ്ധത്തിന് വന്നു. ആ മുരനെ കൊന്നു ഭഗവാൻ. അതുകൊണ്ട് മുരാരി എന്ന പേര് കിട്ടി. അങ്ങനെ നരകാസുരൻ്റെ കയ്യിൽ കൂടുതൽ ആണപ്പടയാണ്. അതുകൊണ്ട് ആണകളെ പറഞ്ഞു വിട്ടു. ആ ആണകളെ യുദ്ധം ചെയ്യാൻ ഗരുഡനെ പറഞ്ഞു വിട്ടു ഭഗവാൻ. പിന്നെ അവസാനം നരകാസുരൻ സൂര്യനെടുക്കുന്ന സമയത്താണ് സത്യഭാമയോട് ചോദിച്ചു, ഇയാളെ വധിച്ചോട്ടെ. ശരി പറഞ്ഞപ്പോഴാണ് ചക്രപ്രയോഗം ചെയ്ത് നരകാസുരനെ വധം ചെയ്തു. എന്താ കാരണം? നരകാസുരൻ ഭൂമിദേവിക്കും വരാഹ ഭഗവാനും ഉണ്ടാകുന്ന ആളാണ്. യഥാഹം ഉദ്ധൃതാനാഥ ത്വയാ സൂകരമൂർത്തിന തത്സ്പർശ സംഭവപുത്ര തദായം മയി അജായത എന്നാണ് വിഷ്ണുപുരാണത്തിൽ പറയുന്നത്. ഭൂമിദേവിയെ വരാഹപ്പെരുമാൻ ഉദ്ധരിച്ച് കൊണ്ടുവരുമ്പോഴാണ് ആ സമയത്ത് ഉണ്ടായി ഭൂമിദേവിക്കും വരാഹപ്പെരുമാനും ഉണ്ടായ ആളാണ് ഈ നരകാസുരൻ. അപ്പോൾ ഭൂമിദേവി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ അനുവാദം കാരണം നരകാസുരനും പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ പറഞ്ഞാലേ എന്നെ കൊല്ലാവൂ. ഏത് അമ്മയും പറയുമോ എൻ്റെ മണ കൊല്ലണം പറയാറില്ലല്ലോ. ആ ഭൂമിദേവിയാണ് ഇപ്പോൾ സത്യഭാമയായി ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സത്യഭാമയെ വിളിച്ചുകൊണ്ട് പോകാൻ കാരണം സത്യഭാമയുടെ അനുവാദത്തോടു കൂടിയാണ് ഭഗവാൻ ഈ നരകാസുരനെ കൊന്നു. ഇപ്പോൾ സത്യഭാമ സ്തുതിച്ചു എന്നാണ് പറയുന്നു. ഇവിടെ ഭാഗവത്തിൽ ഭൂമിദേവി സ്തുതിക്കുന്നു. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഗ്രഹേ എന്ന് സ്തുതിച്ചു. പിന്നെ ഈ നരകാസുരനെ കൊന്ന ദിവസം എല്ലാവർക്കും സന്തോഷമുണ്ടാവട്ടെ. നരക ചതുർദശി എന്നാണ് പേര്. അതാണ് നമ്മൾ ദീപാവലി നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദീപാവലി നരകാസുരനെ കൊന്ന ദിവസമാണ്. യസ്യാം ചതുർദശ്യാം നരകോ വിഷ്ണുനാ നിശി തസ്യാം അഭ്യഞ്ജനം കാര്യം നരകൈഹി നരകഭീരുവിധി. ഈ നരകത്തെ കണ്ട് പേടിക്കുന്നവർ അന്ന് രാത്രി പറഞ്ഞാൽ വെളുപ്പാൻ കാലത്തിൽ ദീപാവലി ദിവസം ചതുർദശി ദിവസം വെളുപ്പാൻ കാലത്തിൽ സാധാരണ നീ എള്ളെണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. സൂര്യോദയത്തിന് മുമ്പായി, സൂര്യോദയത്തിന് പിന്നാവാം, സൂര്യോദയത്തിന് മുമ്പായി എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. ഈ ദീപാവലി ദിവസം മാത്രം നമുക്ക് കുളിക്കാം. എന്താ കാരണം? അന്ന് തൈലേ ലക്ഷ്മീ ജലേ ഗംഗ ദീപാവലി ദിനേ വസേത് അലക്ഷ്മി പരിഹാരാർത്ഥം അഭ്യംഗ സ്നാനമാചരേ എന്നാ ധർമ്മശാസ്ത്രം. അവിടെ അന്ന് മാത്രം ആ തൈലത്തിൽ എള്ളെണ്ണയിൽ മഹാലക്ഷ്മിയും ചുടുവെള്ളം കുളിക്കാറ്. ആ ചുടുവെള്ളത്തിൽ ഗംഗയും. അതുകൊണ്ടാണ് ദീപാവലി ദിവസം എണ്ണ തേച്ച് കുളിക്കണം എന്ന് പറയാൻ കാരണം. അങ്ങനെ നരകാസുരനെ കൊന്ന ദിവസം നമ്മൾ ആഘോഷിക്കുന്നു. അതിനുശേഷം ഈ 16,100 കന്യകമാരെയും അവരുടെ സ്വന്തം അച്ഛനമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു ഭഗവാൻ. അവരെ എല്ലാവരും എൻ്റെ പെൺകുട്ടിയെ ഭഗവാൻ നിങ്ങൾ തന്നെ സ്വീകരിക്കുന്നു പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരേ മുഹൂർത്തം കൊടുത്തു ഭഗവാൻ. അഥോ മുഹൂർത്ത ഏകസ്മിൻ നാനാഗാരേഷു താസ്ത്രിയഃ യഥോപയേമേ ഭഗവാൻ താവദ്രൂപധരോ വ്യയഃ. അഥോ മുഹൂർത്ത ഏകസ്മിൻ ഒരേ ദിവസം ഒരേ മുഹൂർത്തത്തിൽ 16,100 വിവാഹ മണ്ഡപം ഉണ്ടാക്കി. 16,100 വിവാഹ മണ്ഡപത്തിൽ 16,100 കന്യകമാരെ 16,100 രൂപം സ്വീകരിച്ച് ഭഗവാൻ ഇവിടെ വിശ്വരൂപനായി ഒരു ദർശനം കൊടുക്കുന്നു. 16,100 കല്യാണത്തിന് അച്ഛനമ്മമാർ ആശീർവാദം വേണ്ടേ? 16,100 രൂപം അച്ഛനമ്മമാർക്കും, സുഭദ്രയ്ക്ക് 16,100 രൂപം, ബലരാമസ്വാമി 16,100 രൂപം സ്വയം സ്വീകരിച്ചു. പല രൂപം സ്വീകരിച്ച് ഇവിടെ ഗുരുനാഥൻ പറയും 16,100 കല്യാണത്തിന് മേളക്കാരൻ കിട്ടാതായി. അപ്പോൾ ഭഗവാൻ തന്നെ മേളക്കാരനെ ഇവിടെ വന്നു. മേളക്കാരൻ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പാചകന് കിട്ടാതാവും. ഈ കല്യാണത്തിന് പാചകത്തിന് ഭഗവാൻ തന്നെ അവിടെ പായസം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പാചകന് കിട്ടും, ചിലപ്പോൾ മേളക്കാരൻ കിട്ടും, ഒരിക്കൽ കിട്ടില്ലേ ഉപാധ്യായൻ, അതിനും ഭഗവാൻ തന്നെ വേഷം കെട്ടി വന്നു. പിന്നെ പല രൂപം സ്വീകരിച്ച് ഭഗവാൻ ഇവിടെ വിവാഹം 16,100 സ്ത്രീകളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചാൽ മാത്രം പോരാ, എങ്ങനെ കുടുംബജീവിതം നയിക്കണം. ചിലപ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ വഴക്കും ഉണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. സാരി പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകണം. യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ പിന്നെ തിരികെ പോകേണ്ടി വരും. അതാണ് അടുത്ത അധ്യായത്തിൽ കാണിച്ചു തരുന്നു. കരിഹിചിത് സുഖമാസീനം സുതൽപസ്ഥം ജഗദ്ഗുരും. ഈ കരിഹിചിത് അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ജഗദ്ഗുരും എന്നാണ് തുടങ്ങുന്നു. അധ്യായത്തിൻ്റെ അവസാനത്തിലും ആസ്ഥിതോ ഗൃഹമേധീയാണ് ധർമ്മാണ് ലോകഗുരു ഹരി. ജഗദ്ഗുരു ലോകഗുരു പറയാൻ കാരണം
കുടുംബജീവിതം എങ്ങനെയായിരിക്കണം അതുകൂടി ഇവിടെ പറയുന്നു. ഈ കുടുംബജീവിതത്തിൽ വഴക്കം ഉണ്ടാവാൻ എന്താ കാരണം? ഞാനാണ് റൈറ്റ്, നീ ചെയ്ത് തെറ്റാണ്, ഇല്ല നിങ്ങൾ ചെയ്താണ് തെറ്റ് എന്ന് പരസ്പരം വഴക്കമുണ്ടാകും. ഇവിടെ ഭഗവാൻ രുക്മിണിയെ കുറ്റം പറഞ്ഞിട്ടേ ഇല്ലേ, സ്വന്തം കുറ്റമാണ് ഇവിടെ പറയുന്നത്. രുക്മിണി, നിന്നെപ്പോലെ എനിക്കില്ലേ, നിനക്ക് നല്ല സൗന്ദര്യമുണ്ട്, എനിക്കത്ര സൗന്ദര്യം പോരാ, നിനക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. രുക്മിണി എന്താണ് റാങ്ക് വാങ്ങുന്നുവോ അതാണ് ഞാൻ മാർക്ക് വാങ്ങുള്ളൂ, ഒരു മാർക്ക് വാങ്ങും. അപ്പോൾ രുക്മിണിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, രുക്മിണിക്ക് ഒപ്പമുള്ള സുഹൃത്തുക്കൾക്ക് നല്ല പണമുള്ള ആൾക്കാരാണ്. എൻ്റെ അടുത്ത് സുഹൃത്തുക്കളായി വരുന്നവർക്ക് ഉള്ള പണം ഉപേക്ഷിച്ച് ജയ് ജയ് ഗോവിന്ദനെ നാമം ജപിച്ച് വരുന്നവരാണ് എൻ്റെ ഒപ്പം വരുന്നത്. അവർക്ക് കൂടുതൽ പണത്തോട് താല്പര്യമില്ലാത്തവരാണ് എൻ്റെ അടുത്ത് വരുന്നവർ. നിഷ്കിഞ്ചനാവയം സസ്വത് നിഷ്കിഞ്ചന ജനപ്രിയാ തസ്മാത് പ്രായേണ നഹ്യാഢ്യ മാം ഭജന്തി സുമധ്യമേ. വിവാഹവും വിവാദവും സമമായിരിക്കുമ്പോഴേ ശോഭിക്കുള്ളൂ. വിവാഹശ്ച വിവാദശ്ച സമയോരേവ സുഭതി. നമ്മൾ രണ്ടുപേരും തമ്മിൽ ചേർച്ച പോരാ. ഇത് എപ്പോഴാണ് നോക്കേണ്ടത്? വിവാഹത്തിന് മുമ്പ് നോക്കണം. വിവാഹം കഴിഞ്ഞ് സിൽവർ ജൂബിലി വെഡ്ഡിംഗ് ഡേ ദിവസമാണ് ഭഗവാൻ പറയുന്നു നമ്മൾ രണ്ടുപേരും ചേർച്ച ശരിയായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം, അച്ഛൻ്റെ വീട്ടിലേക്ക് വേണമെങ്കിലും പോയിക്കോളൂ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇപ്പോഴും ശിശുപാലം താടി വെച്ച് രുക്മിണി ഭവനം ഒരു വീടും കെട്ടി കൊട്ടാരം ഉണ്ടാക്കി തയ്യാർ ചെയ്തിരിക്കുന്നു. എവിടെ വേണമെങ്കിലും പോവാൻ പറഞ്ഞപ്പോഴാണ് ഭഗവാൻ നമ്മളെ ഉപേക്ഷിക്കുമോ പറഞ്ഞ് വിചാരിച്ച് രുക്മിണി ബോധം കെട്ട് വീഴുന്ന സമയത്താണ് ഭഗവാൻ രുക്മിണിയെ താങ്ങി പിടിച്ചു, സമാധാനമൊക്കെ ചെയ്തു. രുക്മിണി ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ്. കുടുംബം പറഞ്ഞാൽ ഇടയ്ക്ക് പരസ്പരങ്ങൾ വഴക്കമുണ്ടാവും. പരസ്പരം ഞാൻ 2 വാക്ക് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് 4 പറയണം, ഞാൻ 4 പറഞ്ഞാൽ നീ 8, 8 പറഞ്ഞാൽ പിന്നെ 16, 16 പറഞ്ഞാൽ പിന്നെ 32, 32 പറഞ്ഞാൽ 64. ഇടയ്ക്ക് അഷ്ടോത്തരം ശാസനമൊക്കെ വേണ്ടി വരും. അതുപോലെ ഭംഗിയാണ്. തിരമാലകൾ ഉള്ളപ്പോഴല്ലേ സമുദ്രത്തിന് ഒരു ഭംഗി. അതുപോലെയാണ് ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാവും. കൂടൽ എന്ന് പറയും. എന്താ കാരണം? ഭഗവാൻ പറയുന്നു, ഭാര്യമാർ ശുദ്ധിയെടുക്കുന്ന ആ മുഖമുണ്ടല്ലോ, സ്ത്രീകൾ ദേഷ്യത്തോടെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ഭംഗി കൂടുതലാണ്. ഈ പാമ്പ് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഭംഗി കാണാൻ പറ്റില്ല. ഒരു തട്ട് കൊടുക്കുമ്പോൾ അത് പച്ചയെടുത്ത് ഇങ്ങനെ ചീറ്റി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കൂടി കാണാൻ സാധിക്കും. അതുപോലെ സ്ത്രീകൾ ശുദ്ധിയെടുക്കുമ്പോൾ കൂടുതൽ സൗന്ദര്യം ഉണ്ടാവും. അത് ഭാഗ്യമുള്ള ഭർത്താക്കൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ, കാണാൻ ഭാഗ്യം കിട്ടുള്ളൂ. ഇവിടെ പറയുന്നു അയം ഹി പരമോ ലാഭ. ഇവിടെ കൃഷ്ണനുക്കും രാമചന്ദ്ര മഹാപ്രഭുവിനും രാമനുക്കും ഈ ഭാര്യ ശുദ്ധിയെടുക്കുന്ന മുഖം കാണാൻ ഭാഗ്യമില്ല. ചില ഭർത്താക്കൾക്ക് എല്ലാ ദിവസവും ഭാഗ്യം കിട്ടുന്നു. അയം ഹി പരമോ ലാഭ. ഭഗവാനോട് പറയുന്നു ഇത് വലിയ ഭാഗ്യം തന്നെയാണ് പറഞ്ഞപ്പോഴാണ് രുക്മിണി ദേവി ഭഗവാൻ പറഞ്ഞ ഓരോ വാക്കിനും ശരിയായ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ഞാൻ പേടിച്ച് സമുദ്രമധ്യയിൽ ഇരിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? അന്തര്യാമിയായി ഉള്ളിൽ വർത്തിക്കുന്നു. നമ്മൾ രണ്ടുപേരും തമ്മിൽ ചേർച്ചയില്ല പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാൻ തന്നെയാണ്, ജീവൻ തന്നെയാണ്. നോക്കി ഭഗവാന്റെ വാക്കിന് നല്ല ഒരു വ്യാഖ്യാനം കൂടി പറഞ്ഞു കൊടുത്തു. പിന്നെ ഭഗവാന്റെ പുത്രനായ പ്രദ്യുമ്നക്ക് ഒരു പുത്രനാണ് അനിരുദ്ധൻ. ഈ അനിരുദ്ധൻ്റെ വിവാഹം പറഞ്ഞു. ഈ അനിരുദ്ധൻ മാളികയിൽ ഇങ്ങനെ കട്ടിൽ കിടക്കുന്ന സമയത്താണ് ബാണാസുരൻ ഒരു അസുരൻ, ബലിചക്രത്തിൻ്റെ ജ്യേഷ്ഠപുത്രനാണ്. ബലിയുടെ ജ്യേഷ്ഠപുത്രനായ ബാണാസുരൻ, ആ ബാണാസുരനക്ക് ഉഷ എന്ന പേരുള്ള മകൾ, അവൾ പാർവതി ദേവിയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവിനെ വിവാഹത്തിന് മുമ്പ് തന്നെ കാണണം. പണ്ട് അങ്ങനെയില്ല. കല്യാണ ദിവസം അന്ന് വരുമ്പോഴാണ് ഗാന്ധാരിക്ക് മനസ്സിലായി തൻ്റെ ഭർത്താവിന് കണ്ണ് കാഴ്ചയില്ല. അപ്പോൾ പിന്നെ കണ്ണ് കെട്ടി. അപ്പോൾ എൻ്റെ ഭർത്താവിനെ ആദ്യം തന്നെ കാണണം പറഞ്ഞപ്പോൾ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും പറഞ്ഞു. അങ്ങനെ സ്വപ്നത്തിൽ അനിരുദ്ധനെ കണ്ടു. നാഥ വിളിച്ചു. അപ്പോൾ അടുത്ത് നിന്ന് തോഴി ചോദിച്ചു, വിവാഹം തന്നെ കഴിഞ്ഞിട്ടില്ല, നാഥനെ എവിടെ കണ്ടു? സ്വപ്നത്തിൽ കണ്ടു, അയാൾ തന്നെ ഞാൻ വിവാഹം കഴിക്കണം. സ്വപ്നത്തിൽ കണ്ട ആളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അത് ദിവ്യ സ്വപ്നമാണ്, പാർവതി ദേവി അനുഗ്രഹിച്ചതാണ്. ഉടനെ തോഴി ചിത്രലേഖനത് എല്ലാ രാജാക്കന്മാരുടെ ഫോട്ടോ വരച്ച് കാണിച്ചു. അങ്ങനെ അനിരുദ്ധനെ വരച്ച് കാണിച്ചപ്പോഴാണ് സോസ വസാവിപ്രാഹ, ഇയാളെയാണ് ഞാൻ കണ്ടു പറഞ്ഞപ്പോൾ തോഴി നല്ല മായാശക്തി ഉള്ളവളാണ്. ആകാശവരിക്കൂടി ദ്വാരകയിൽ ചെന്ന് അനിരുദ്ധൻ കിടക്കുന്ന കട്ടിലോട് ചേർത്ത് ഇവിടെ കൊണ്ടാക്കി.
തോഴി പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. എന്നാൽ ഇവിടെ കൊണ്ടാക്കിയപ്പോൾ അനിരുദ്ധൻ നോക്കുമ്പോൾ 2 കുട്ടികൾ പെൺകുട്ടികൾ കാളമർത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെ ജീവിച്ചാൽ എന്താ, സുഖമായിട്ട് ജീവിച്ചാൽ മതി എന്നാ കിടക്കുന്നു. ഈ വിഷയം ബാണാസുരനോട് കാവൽക്കാർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് യുദ്ധത്തിന് വന്ന് ബാണാസുരൻ യുദ്ധത്തിൽ അനിരുദ്ധനെ ബന്ധിതനാക്കി. എന്താ കാരണം? പണ്ട് ഭഗവാൻ ബാണാസുരൻ്റെ അച്ഛനായ ബലിചക്രവർത്തിയെ ബന്ധിപ്പിച്ചില്ലേ, അതിന് ഒരു പരിഹാരമായിക്കോട്ടെ, ബാണാസുരൻ്റെ മകൻ എൻ്റെ പേരക്കുട്ടിയെ ബന്ധനം ചെയ്തോട്ടെ, ഏത് കർമ്മത്തിൻ്റെ പ്രതികർമ്മം ഉണ്ടല്ലോ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ കുറച്ചു നേരം ഉപേക്ഷയായിരുന്നു. ഈ വിഷയം നാരദൻ പറഞ്ഞു ഭഗവാനോട്. അപ്പോൾ ഭഗവാൻ സൈന്യസമേതനായി വന്നപ്പോഴാണ് ബാണാസുരൻ മഹാദേവനെ ശരണം പ്രാപിച്ചു, എനിക്കൊന്ന് സഹായം ചെയ്യണം. അപ്പോൾ ബാണാസുരനക്ക് വേണ്ടി ഭഗവാൻ മഹാദേവൻ വന്നു. കാരണം ബാണാസുരനക്ക് എന്താണ് പെരുമ? 1000 കൈ ഉള്ള ആളാണ്. ബാണാസുരൻ നടരാജസ്വാമി നൃത്തം വയ്ക്കുമ്പോൾ മൃദംഗം അടിച്ചപ്പോൾ സന്തോഷത്തോട് എന്ത് വേണം ചോദിച്ചു. എനിക്ക് 1000 കൈ വേണു. 1000 കൈ എന്തിനാ? മൃദംഗം അടിക്കാൻ വേണ്ടിയാണ്, മദ്ദളം കൊട്ടാൻ വേണ്ടി 1000 കൈ വേണം. മറ്റുള്ള 1000 കൈ കൊടുത്തു ഭഗവാൻ മഹാദേവൻ. 1000 കൈ കിട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ മദ്ദളം കൊട്ടാൻ വിടുന്നില്ല, പിന്നെ എല്ലാവരുടെ തലയിലും കൊട്ടാൻ പോയി. എല്ലാവരെയും അടിക്കാൻ പോയപ്പോൾ എല്ലാവരും പേടിച്ച് ഓടുന്നു. അവസാനം മഹാദേവനോട് തന്നെ പറഞ്ഞു, നിങ്ങൾ കൊടുത്ത കൈ എനിക്ക് പരം ഭാരായ മേഘവത്ത്, ഭാരമായി തോന്നുന്നു. ഒരു യുദ്ധത്തിന് പറഞ്ഞപ്പോഴാണ് മഹാദേവൻ പറഞ്ഞു, ഞാൻ കൊടുത്ത കൈ ഞാൻ തന്നെ വെട്ടിയാൽ ശരിയാവില്ല, സംയുഗം മത്സമേനത്തെ, എനിക്ക് സമമായ തുല്യമായ ഒരാളിവിടെ വരും എന്ന് പറഞ്ഞു. അത് എന്ന് വരും ചോദിച്ചപ്പോഴാണ് മഹാദേവൻ പറഞ്ഞു, നിൻ്റെ വിമാന കളശത്തിൻ്റെ കൊടിക്കൂര എപ്പോൾ പൊട്ടി വീഴുമോ അന്ന് വരും. അപ്പോൾ 2 ആളെ നിയമിച്ചു, കൊടിക്കൂര വീഴുന്നത് നോക്കി പറയും. അവർ നോക്കി അവർക്ക് കഴുത്ത് വേദനിക്കാൻ തുടങ്ങി. അവർ തന്നെ പ്രവർത്തിച്ചു, ഈ കൊടിക്കൂര പൊട്ടി വീഴുന്നത് നന്നായി. അങ്ങനെ കൃഷ്ണൻ യുദ്ധത്തിന് വരേണ്ട സമയത്താണ് ആ കൊടിക്കൂര വീഴുന്നത്. ഉടനെ കാവൽക്കാർ ബാണാസുരനോട് അറിയിച്ചു. ബാണാസുരൻ മഹാദേവനെയും വിളിച്ചുകൊണ്ട് വരുന്ന യുദ്ധത്തിന് വലിയ യുദ്ധമാണ്. ആ യുദ്ധസമയത്തിൽ ബാണാസുരൻ ചെയ്തു ഒരു ജ്വരപ്രയോഗം നടത്തി. മാഹേശ്വര ജ്വരം ഒക്കെ പറയാറുണ്ടല്ലോ, വൈറസ് യുദ്ധം, അങ്ങനെ എന്തെങ്കിലും വൈരസ പറഞ്ഞു വിടാറുണ്ടല്ലോ. അത് ആദ്യം തുടങ്ങിയ ആളാണ് ബാണാസുരൻ. എല്ലാവർക്കും ജ്വരമുണ്ടായി, ഉഷ്ണജ്വരം. അപ്പോൾ ഭഗവാന്റെ കീഴിൽ വേറെ ശീതജ്വരം വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞു വിട്ടു ഭഗവാൻ. ഒരു ഓരോ ദേവതയാണ് ഈ ശീതജ്വരം ഈ ഉഷ്ണജ്വരത്തോട് യുദ്ധം ചെയ്യുന്നു. അവസാനം ഈ മാഹേശ്വരജ്വരം ഭഗവാനെ ശരണം പ്രാപിക്കുന്ന സ്തുതിയാണ് ഇവിടെ വർണ്ണിക്കുന്നു. ദശമസ്കന്ധം 63-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ ഒരു 4 ശ്ലോകങ്ങൾ ഇവിടെ വർണ്ണിക്കുന്നു. ഇത് ജപിച്ചാൽ തന്നെ മതി, ജ്വരബാധ നമുക്കുണ്ടാവില്ലേ എന്നാണ് അതിൻ്റെ ഫലശ്രുതി കൂടി വർണ്ണിക്കുന്നത്. ജ്വരമുവാച നമാമിത്വാനന്തശക്തിം പരേശം സർവാത്മാനം കേവലം യുക്തിമാത്രം വിശ്വോത്പത്തിസ്ഥാന സംരോധഹേതും യത്തത് ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാരഃ തത്സംഘാതോ ബീജരോഗപ്രവാഹः തന്മായൈഷാ തന്നിഷേധം പ്രപദ്യേ നാനാഭാവൈർലീലൈവോപപന്നൈഃ ദേവാൻ സാധൂൻ ലോകസേതൂൻ ബിഭർഷി ഹംസിന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തേ ഭാരായ ഭൂമേഃ തപ്തോ ഹന്തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേംഘ്രിമൂലം നോ സേവേരന്യാവദാശാനുബദ്ധാഃ. ശ്രീഭഗവാനുവാച ത്രിശിരസ്തേ പ്രസന്നോസ്മി യേതു തേ മജ്വരാദ്ഭയം യോ നോ സ്മരതി സംവാദം തസ്യ ത്വന്ന ഭവേത് ഭയം. ഈ ജ്വരങ്ങളൊക്കെ യമധർമ്മരാജാവിൻ്റെ ആൾക്കാരാണ്, ദൂതന്മാരാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഓരോരാളെ പറഞ്ഞു വിടും. ഈ ജ്വരം, പിന്നെ ഹാർട്ട് അറ്റാക്ക്, ഓരോ വ്യാധി ഉണ്ടല്ലോ, ഇതൊക്കെ യമൻ്റെ ആൾക്കാരാണ്. നമ്മളെ പേടിക്കാൻ ഇങ്ങനെ പറഞ്ഞു വിടും. അത് പലവിധ ജ്വരമുണ്ട്. ഉഷ്ണജ്വര, പിത്തജ്വര, വാതജ്വര, ശ്രേഷ്ഠജ്വര, കപജ്വര, ആലാപജ്വര, സന്നിപാതജ്വര, മാഹേന്ദ്രജ്വര, കൃത്രിമജ്വര, കൃത്യാധികജ്വര, ഏകാഹികജ്വര, ദ്വ്യാഹികജ്വര, ത്ര്യാഹികജ്വര, ചാതുർച്ചികജ്വര, പഞ്ചാഹികജ്വര, പക്ഷജ്വര, മാസജ്വര, ഷാൺമാസജ്വര, സംവത്സരജ്വര, സർവാംഗജ്വരാന്നാശയ. ജ്വരത്തിൽ ഇത്ര ഭേദമുണ്ട്. ഈ ജ്വരങ്ങളൊക്കെ മാറാൻ ഈ ശ്ലോകം ചൊല്ലിയാൽ മതി. ഇല്ലെങ്കിൽ വിഷ്ണു സഹസ്രമൂർധാനം, ചരക സംഹിതാണ് ആയുർവേദ സംഹിതയിൽ പറയുന്നുണ്ട്. ഏത് ജ്വരമായാലും സ്തുവൻ നാമസഹസ്രേന ജ്വരാൻ സർവാൻ അപോഹതി. സഹസ്രനാമം ജപിച്ച് ഭസ്മം തൊട്ടാൽ മതി, ജ്വരബാധയൊക്കെ മാറിക്കിട്ടും.
ഇല്ലെങ്കിൽ ജ്വരാത് വിമുച്യതേ ശീഘ്രം സാധൂനാം സഹസ്രനാമം ജപിക്കുന്ന സാധുക്കളെ കണ്ട് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ഭസ്മം വാങ്ങി തൊട്ടാലും നമുക്ക് ജ്വരബാധയൊക്കെ മാറും. കാരണം മണി, മന്ത്രം, ഔഷധം ഇതൊക്കെ കൂടിച്ചേരുമ്പോഴാണ് വ്യാധികൾ മാറുള്ളൂ. ഒന്നു മാത്രം ശവിച്ചിട്ട് കാര്യമില്ല. മണിയും വേണം, മന്ത്രവും വേണം, ഔഷധവും വേണം. അങ്ങനെ ഈ ജ്വരദേവത സ്തുതിച്ച രംഗം ഇവിടെ വർണ്ണിക്കുന്നു. പിന്നെ ബാണാസുരൻ്റെ 996 കൈകളെ വെട്ടിയപ്പോഴാണ് മഹാദേവൻ പ്രാർത്ഥിച്ചു, ഒരു 4 കൈ ബാക്കിയിരുന്നോട്ടെ. ശരി പറഞ്ഞ് ഭഗവാൻ വിട്ടു. പിന്നെ ബാണാസുരൻ തൻ്റെ പെൺകുട്ടിയെ ഉഷയെ അനിരുദ്ധന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഈ കഥ നമ്മൾ രാവിലെ സ്മരിച്ചാൽ മതി. എവിടെ ചെന്നാലും ജയം ഉണ്ടാവും. ഏവം കൃഷ്ണവിജയം ശങ്കരേണ സംയുഗം സംസ്മരേ പ്രാതരുച്ഛായ നതസ്യ സ്യാത് പരാജയഃ. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ ഈ കഥയെ ഒന്ന് സ്മരിച്ചിട്ട് പോയാൽ അവർക്ക് ജയം കിട്ടും. അതുകൊണ്ട് ഈ കഥയെ മാത്രം സ്മരിച്ചിട്ട് പോയാൽ പോരാ, നന്നായിട്ട് പഠിക്കണം ആദ്യം. പിന്നെ ഈ കഥയും കൂടെ സ്മരിച്ചു പോയാൽ അവർക്ക് ജയം കിട്ടും എന്ന് പുലസ്ത്യ പറഞ്ഞുകൊണ്ടാണ് ഈ ഉഷാപ്രണയം ഇവിടെ സമർപ്പിക്കുന്നു.